ടിപ്പറിൻ്റെ കൊളുത്ത് വന്നെൻ്റെ ഈ കല്ലടിച്ച് കണ്ണ് നിശേഷം നഷ്ടപ്പെട്ടു. പൈസയായിട്ട് തന്ന് സഹായിച്ചാൽ ഞാൻ ക്ലെയിം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. പല പല സങ്കടങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ആ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ അവർ സഹായിക്കും. അങ്ങനെ പല പല കുടുംബങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ആ അനുഭവത്തിൽ ആയിരിക്കും ഇന്ന് ഒരു സഹോദരൻ ഞങ്ങളെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്തെന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലിന് സമീപം പെട്രോൾ പമ്പിന് സമീപം വെച്ച് ഒരു അപകടമുണ്ടായി. ടിപ്പറും അതുപോലെ താങ്കൾ ഓടിച്ച ഓട്ടോയുമായിട്ടല്ലേ? അതെ അതെ, ടിപ്പറും ഓട്ടോയായിട്ട് ടിപ്പർ റോഡ് സൈഡിൽ നിന്ന് കയറി വന്ന ഓട്ടോയായിട്ട് തട്ടി ഓട്ടോ മറിഞ്ഞിട്ട് ടിപ്പറിൻ്റെ കൊളുത്ത് വന്നെൻ്റെ ഈ കല്ലടിച്ച് കണ്ണ് നിശേഷം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പം അത് ഒരുപാട് പൈസ എൻ്റെ തലയ്ക്ക് പൊട്ടലുണ്ട്. ഇതിനകത്ത് ഗുളിക കഴിക്കുന്നുണ്ട്. ഒരു മാസം 4000 രൂപയോളം ഗുളിക ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ച് കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് ഇത് വെപ്പ് കണ്ണ് വെക്കാം, പക്ഷെ വെക്കണമെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് ഇതിനകത്ത് വെക്കാൻ പറ്റും. കാലതാമസം വന്നു പോയാൽ ഇതിനകത്ത് ഈ മാംസം വളർന്നു വരുന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് ഈ സാമ്പത്തിക സ്ഥിതി താമസിക്കുന്ന എനിക്ക് ഇത്രയൊന്നും ചെയ്യാനുള്ള ക്ലെയിം കിട്ടൂ. അത് താമസം എടുക്കും, കാലതാമസം എടുക്കും. അത്രയും താമസം നിൽക്കാനിത് പറ്റത്തില്ല. അതിനാണ് അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നത്. പക്ഷെ അത് കിട്ടാനുള്ള കാലതാമസം ഉണ്ടായത് അത്രയും താമസം നിൽക്കത്തില്ല. പിന്നെ എനിക്ക് വെക്കാൻ പറ്റത്തില്ലാണ് അവർ പറയുന്നത്. അതെ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. ഞാൻ അനാഥ മന്ദിരത്തിൽ നിന്ന് ഒരു പെണ്ണെ ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 52 വയസ്സായി. അതിനുശേഷമാണ് അപകടം. അവരെ കൊണ്ടുവന്ന് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അപകടം. പിന്നെ എൻ്റെ മോൻ മരിച്ചു. അതിലും എനിക്ക് ക്ലെയിം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ മോനൊരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അവൻ പ്രായപൂർത്തിയാവാതെ വണ്ടി ഇടിച്ച് മരിച്ചുകൊണ്ട് നമ്മളെ ആ ഇൻഷുറൻസ് കമ്പനിക്കാരോട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിധി ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഏതെങ്കിലും പൈസ കിട്ടിയിരുന്ന ഞാൻ ഇതിൻ്റെ മുദ്രത്തിലായിരുന്നു. എന്തെങ്കിലും ഒരു വരുമാനം ആരെങ്കിലും കിട്ടി. ഞാനിപ്പം 4000 രൂപ എനിക്ക് കുഞ്ഞാട് സ്കൂളിലെ ടീച്ചർമാരെല്ലാം കൂടെ എനിക്ക് മരുന്നിന് ഞാനിങ്ങനെ നടക്കുന്നവനെ കണ്ട് പലരും തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയിലായി. അങ്ങനെ ടീച്ചർമാരടുത്ത് സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞ് അവരെ ശമ്പളത്തിൽ നിന്നൊരു വീതം തന്ന് എനിക്കുള്ള മരുന്നിൻ്റെ പൈസ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4000 രൂപ എനിക്ക് മാസം ഒരു ശമ്പളം തരും. നമ്മുടെ സ്കൂളിലെ PT പ്രസിഡന്റ് നമ്മുടെ സുഹൃത്താണ്. അവൻ്റെ ഇതുകൊണ്ടാണ് ആ സുഹൃത്തിൻ്റെ ഇതുകൊണ്ടാണ് നമ്മളവിടെ കയറി പറ്റിയത്. ഇപ്പോൾ എനിക്ക് അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും, രാവിലെ അവിടെ നിന്ന് കാപ്പിയും കിട്ടും. ഇത് 2 ലക്ഷം രൂപയാണ് പറയുന്നത്. ചൈതന്യയിൽ 2 ലക്ഷം രൂപയാണ് പറയുന്നത്. കടം വാങ്ങിച്ചതിനും കടം കൊടുക്കുവാനുമൊന്നും വിസ്മയ എന്ന മാധ്യമം ഇതുവരെയും വാർത്ത ചെയ്തിട്ടില്ല. എന്നാൽ ഈ മനുഷ്യന് ജീവിക്കുവാൻ ആരെങ്കിലും പണമുള്ളവർ ഒരു 2 ലക്ഷം രൂപ കടമായി നൽകണം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആക്സിഡൻറ്റ് ക്ലെയിം അത് കിട്ടുമ്പോൾ തിരികെ നൽകും. എനിക്ക് ക്ലെയിം കിട്ടും. പക്ഷെ ആരെങ്കിലും ഇപ്പം എന്നെ സഹായിച്ചാൽ ആ കിട്ടുമ്പോൾ ഞാൻ പൈസ തിരിച്ചു കൊടുക്കുക. എൻ്റെ ഗതികേട് കൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ് ഞാനിതിന് മുതലിരുന്നത്. വേറൊരു മാർക്കും എനിക്കില്ല. ഒരു പൈസ ആരെങ്കിലും സഹായിച്ചാൽ പൈസയായിട്ട് തന്ന് സഹായിച്ചാൽ ഞാൻ ക്ലെയിം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇത് ചൈതന്യയിൽ, തിരുവനന്തപുരം. അതെ, അവരിത് കണ്ണെനിക്ക് വെച്ച് തരാമെന്ന് പറയാം. ഡെമ്മി കണ്ണ് വെച്ച് തരാം. അങ്ങനെ വെച്ച് തന്നാൽ എനിക്ക് ഈ നക്കാപ്പിച്ച ശമ്പളമല്ല, എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും ആരെങ്കിലും കൂലിക്കോടിയെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ 2 കണ്ണാകുമ്പോഴത്തേക്കാലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. എന്തായാലും ശരി, നമ്മുടെ പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട്, നമ്മുടെ പ്രേക്ഷകരിൽ പ്രതീക്ഷയുണ്ട്. ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കൃത്രിമമായി ഒരു കണ്ണ് പിടിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തികം കിട്ടും, പക്ഷേ അതിന് കാലതാമസമെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ശരി, ഈ ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. എന്തായാലും ഈ ഒരു വാർത്ത വരുമ്പോൾ മനസ്സാക്ഷിയുള്ള നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ, വ്യക്തികൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.